ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒറിഗാമിയാണ്. ഒറിഗാമി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ആർട്ടാണ്. പേപ്പേഴ്സ് ഫോൾഡ് ചെയ്തെടുത്ത് ഡെക്കറേറ്റീവ് ഷേപ്സും ഫിഗേഴ്സും ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഒറിഗാമി എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഒറിഗാമി യൂസ് ചെയ്ത് ഒരു സ്വാനിനെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ സ്വാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ആവശ്യമുള്ളത് ചാർട്ട് പേപ്പർ ഇതുപോലെ ചെറിയ റെക്ടാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത പീസുകളാണ്. ഞാനിവിടെ 2 കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, വൈറ്റും റോസും. ഇതിൻ്റെ മെഷർമെൻറ്റ് ലെങ്ത്ത് 7 സെൻറ്റിമീറ്റേഴ്സും വിഡ്ത്ത് 4.5 സെൻറ്റിമീറ്ററും ആണ്. ഇനി നമുക്കിതെങ്ങനെ ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇത് ലെങ്ത് വൈസ് ഇങ്ങനെ നടുവിലൂടെ ഒന്ന് മടക്കിയെടുക്കണം. അതിനുശേഷം ഇങ്ങനെ ഹാഫായി ഒന്നുകൂടി ഒന്ന് മടക്കി അതൊന്ന് നിവർത്തിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ 2 സൈഡിൽ നിന്നും വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ടത് തിരിച്ചു പിടിച്ചതിന് ശേഷം ഇവിടെ ഈ 2 കോർണറിലും ഇങ്ങനെ ചെറിയൊരു മടക്ക് കൊടുത്തിട്ട് മുകളിലേക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് ഈ 2 സൈഡ് ഇങ്ങനെ നടുവിൽ മടക്കാം. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടി. ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്കിങ്ങനെ 2 പോക്കറ്റ്സ് കാണാം. അതുപോലെ മറ്റേ സൈഡിൽ ഇങ്ങനെ 2 കോണുകൾ പോലെ കാണാം. ഒരു പീസും കൂടെ എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇങ്ങനെ ലെങ്ത് വൈസ് നടുവിലൂടെ ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും ഇങ്ങനെ നടുവിലൂടെ ഒന്ന് മടക്കിയിട്ട് അതൊന്ന് നിവർത്തിയെടുക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി അത് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ ഈ 2 പീസുകളും നമ്മളിങ്ങനെ സൈഡ് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ മുകളിലേക്ക് മടക്കി വയ്ക്കുക. ആ 2 പീസും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. കോർണർ സൈഡ് ഉള്ളിലേക്ക് മടക്കി മുകളിലേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ നടുവിലൂടെ മടക്കിയാൽ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു പീസ് കിട്ടും. ഇതുപോലെ ഒരുപാട് പീസുകൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ എന്താണോ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ 2 കളേഴ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പീസസ് എങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം ഒരു പീസ് എടുക്കുക. അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കിതുപോലെ 2 പോക്കറ്റ്സ് കാണാം. അതുപോലെ വേറൊരു പീസ് എടുത്താൽ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ 2 കോണുകൾ കാണാം. അത് നമുക്ക് ആദ്യത്തെ പീസിൻ്റെ ആ പോക്കറ്റ്സിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കാം. അതുപോലെ വേറൊരു പീസ് എടുത്ത് ഇതിൻ്റെ ഈ താഴത്തെ ഈ പോക്കറ്റ്സിനകത്തേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കാം. ഇതാണ് ഈ പീസസ് ജോയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാനുള്ള സെക്കൻഡ് മെത്തേഡ് നോക്കാം. ഇതുപോലെ 2 പീസസ് എടുത്ത് ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കാം. ഇങ്ങനെ 2 പീസ് ഒരുമിച്ച് വെക്കുമ്പോൾ എല്ലാ സൈഡും ലെവല് കറക്റ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് മുകളിൽ ഇതുപോലെ 4 കോണുകൾ കിട്ടും. ഇനി മറ്റൊരു പീസ് എടുത്ത് ഈ നടുവിലുള്ള 2 കോണുകളിലേക്ക് അതിങ്ങനെ കയറ്റി വെക്കാം. ഇപ്പം താഴെ 2 പീസും മുകളിൽ ഒരു പീസുമാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. വീണ്ടും വേറൊരു പീസ് എടുത്ത് താഴെ വെക്കുക. എന്നിട്ട് ഈ 2 കോണിലായിട്ട് മുകളിൽ മറ്റൊരു പീസ് ഇതുപോലെ കണക്ട് ചെയ്യാം. വീണ്ടും താഴെ ഒരു പീസ് നമ്മളിതുപോലെ ചേർത്ത് വയ്ക്കുക. മുകളിൽ ഒരു പീസ് ഇതുപോലെ ജോയിൻ ചെയ്യാം. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് നമുക്കിതുപോലെ കണക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് ആവശ്യത്തിനൊരു ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സർക്കിളായിട്ട് മാറ്റണം. അതിനുവേണ്ടി ഇതിങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിൽ വെച്ചിട്ട് ഈ 2 എൻഡ് ഒന്നിങ്ങനെ ജോയിൻ ചെയ്ത് പിടിക്കുക. എന്നിട്ട് വേറൊരു പീസ് എടുത്ത് ഇങ്ങനെ മുകളിലായിട്ടൊന്ന് കണക്ട് ചെയ്തെടുത്താൽ അതവിടെ ലോക്കായിട്ടിരിക്കും. നമുക്കിതുപോലെ ഒരു സർക്കിൾ ഷേപ്പ് നമുക്ക് കിട്ടും. ഈ സർക്കിൾ ഷേപ്പാണ് നമ്മൾ സ്വാൻ ഉണ്ടാക്കുന്നതിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് പിടിച്ച് ഇങ്ങനെ വെച്ചാൽ നമുക്കിനി ഇതിന് മുകളിലേക്ക് മറ്റ് പീസുകൾ വെച്ച് ജോയിൻ ചെയ്ത്
മുകളിലേക്ക് നമുക്ക് ഒരു സ്വാനിൻ്റെ ഷേപ്പിൽ ബിൽഡ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ആവശ്യമുള്ളൊരു ഹൈറ്റിലേക്ക് നമ്മൾ പീസസ് എല്ലാം കണക്ട് ചെയ്ത് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ഷേപ്പാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ആവശ്യമുള്ള പൊസിഷനിൽ ഇതുപോലെ പീസുകൾ കണക്ട് ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പീസ് കുറച്ചും കൂടി വലുപ്പത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതൊരു ബാസ്ക്കറ്റായിട്ട് യൂസ് ചെയ്യാം. താഴെ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് സ്വാൻ ആക്കി മാറ്റാനായിട്ട് നമുക്കിതിൻ്റെ ടെയിലും 2 ചിറകുകളും അതുപോലെ തന്നെ അതിൻ്റെ കഴുത്തും കൊക്കുമെല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്വാൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. സ്വാനിൻ്റെ 2 ചിറകുകളും വാലും കഴുത്തും ബീക്കും എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതിനുവേണ്ടി റോസ് കളറിലുള്ള പീസുകളാണ് യൂസ് ചെയ്തത്. അതുപോലെ സ്കെച്ച് പെൻ യൂസ് ചെയ്ത് സ്വാനിൻ്റെ കണ്ണും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കഴുത്തിൻ്റെ പോർഷൻ ഇതുപോലെ നമുക്ക് വളച്ച് ഭംഗിയുള്ള ഷേപ്പിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒറിഗാമി സ്വാൻ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്രാഫ്റ്റുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.